മൈൽസ്റ്റോൺ മേക്കേഴ്സ് കളർഫുൾ സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം എത്രത്തോളം ഓവറാക്കിയിട്ടുണ്ട്. അയ്യോ ക്ഷീണിച്ചു പോയല്ലോ. Acting has to stop. നല്ലപോലെ കഴിക്കുന്നുണ്ടല്ലേ. ആങ്കറിന് മാത്രല്ല ക്യാമറമാനും സാരി കൊടുത്തു. Remember that tree on top of the tree? Our scene. We both would have become monkeys. If you tell the audience on top of the tree. ഹാപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. അപ്പൊ അതിനകത്ത് ആ ഒരു ക്യാരക്ടർ, ആ ഒരു പോലീസ് ഓഫീസർ, அந்த கேரக்டர் வந்ததுக்கு அப்புறம் தான் எனக்கு போலீஸ் கேரக்டர் கொடுக்க ஆரம்பிச்சாங்க. സാറിനൊന്നും പറ്റരുത്, സാറിന് നല്ലത് മാത്രം ചായ കോഫി ഫുഡ്. ഇതിന്റെ സാരി കളക്ഷൻസ് കണ്ടിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഞാൻ എത്തിപ്പോയി. എന്തോരം സാരിയാ. വേറെ റീലിൽ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മുടെ വയറ് നിറയില്ല. നമ്മൾ പോയി അടുക്കള ചെന്ന് എന്തെങ്കിലും പണിയെടുത്തുണ്ടാക്കി കഴിച്ചാലല്ലേ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മുടെ തലച്ചോറിനകത്തോട്ട് നമ്മൾ എന്ത് ഇടുന്നു എന്നുള്ളത് മാത്രമേ നമ്മളെ അവസാനം ഹെൽപ്പ് ചെയ്യുള്ളൂ. മറ്റുള്ളവരെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റത്തില്ല. അതാണായാലും ശരി, പെണ്ണായാലും ശരി, പേട്രിയാർക്കി ആയാലും ശരി, വേറെ വല്ല ഫോബികളും ആണെങ്കിലും ശരി. ഓൺലി സയന്റിസ്റ്റ് മാത്രമേ പോകാൻ പറ്റൂ. അവിടുത്തെ ലാസ്റ്റ് പെറുവിൽ പോയിട്ട് ഞാൻ അവിടെ പോയി താമസിച്ചു. 4 walls അല്ലേ ഒരു മുറിയിൽ, പക്ഷെ ഇവിടെ 3 walls ഉണ്ടായിരുന്നു. മറ്റേ wall was open into the jungle. He had a lot of thoughts. Yeah, it is. That's it. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 ഈ വരുന്ന മാർച്ച് 4 വൈകുന്നേരം കൊച്ചിൻ ആൽഫ ഹൊറൈസൺ ബിസിനസ് സെന്ററിൽ. പോയ വർഷം നമ്മെ വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയ താരങ്ങൾ ഇതാ ഒരേ വേദിയിൽ ഒരുമിച്ചെത്തുന്നു. കാത്തിരിക്കാം കാഴ്ചയുടെ കൗതുകം ഉണരും വരെ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കളർഫുൾ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കളർഫുൾ സ്റ്റോറീസിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള വടക്കൻ്റെ എല്ലാ വിശേഷങ്ങളുമായി കിഷോർ കുമാർ, ശ്രുതി മേനൻ, മാല പാർവതി ആൻഡ് മെറിൻ ഫിലിപ്പ്. നമസ്കാരം. നമസ്കാരം. You're like a doll. You sound like a doll. താങ്ക് യു. ചേച്ചി ആദ്യം തന്നെ ശ്രുതി ചേച്ചിയുടെ അടുത്തൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ വളർന്നു തന്നെ ആങ്കേഴ്സിനെ സംബന്ധിച്ചോളം ചേച്ചി ഭയങ്കര എന്താ പറയുക മോട്ടിവേഷൻ, ചേച്ചിയുടെ ഒരു എനർജി അതൊക്കെ. അപ്പം എൻ്റെ ഷോയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ കളർഫുൾ സ്റ്റോറീസ് എന്നാണ്. അപ്പോൾ ചേച്ചിയുടെ ഒരു ഹൈലൈറ്റ് ഇതില്ലേ ഇൻട്രോ പറയുമ്പോൾ, അങ്ങനെ ഒരു ഇൻട്രോ എനിക്ക് പറയണം. ബ്രേക്ക് ചെയ്യുമ്പോഴാണല്ലേ ഇൻട്രോ പറയുമ്പോഴാണോ ബ്രേക്ക് പറയുമ്പോഴാണോ ഇങ്ങനെ ഇതുണ്ട്. അത് ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ തിരിച്ചു കാണാം വോഡഫോൺ കോമഡി സ്റ്റോഴ്സിലേക്ക് ഒരു കമേഴ്ഷ്യൽ ബ്രേക്കിന് ശേഷം. അതല്ലേ പറഞ്ഞത്? You want me to do it? Yeah, I want you to do that. മൈൽസ്റ്റോൺ മേക്കേഴ്സ് കളർഫുൾ സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. അടിപൊളി. താങ്ക് യു സോ മച്ച് ചേച്ചി. ഓക്കെ, അപ്പൊ നമ്മുടെ വടക്കനാണ് ഏറ്റവും പുതിയ വിശേഷം. ഓക്കെ, അപ്പൊ നമ്മള് മൂവീസിനെ പറ്റി പറയുകയാണെങ്കിൽ മൂവീസിലാണെങ്കിൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ ചിലപ്പോൾ അതിന്റെ സ്റ്റോറി ലൈൻ ആയിരിക്കാം, ചിലപ്പോൾ അതിനകത്ത് അഭിനയിച്ച ആൾക്കാരായിരിക്കാം, പിന്നെ അതിന്റെ സൗണ്ട് എഫക്ട്സ് ആയിരിക്കാം. അപ്പോൾ ഈ മൂവിയുടെ ഏറ്റവും ഹൈലൈറ്റിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റോറി ലൈൻ ആണെന്ന് പറഞ്ഞാൽ നിഷേധിക്കൂ? ഇല്ല, നിഷേധിക്കില്ല. അതെ. He had a lot of thoughts. About what? About this question. Yeah, first I have to understand the question. And then Is the storyline the most attractive important, part of this film? yeah, got it right. Thank you. Thank you. Okay. Yeah, it is. That's it. ചേച്ചി കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ പറയായിരിക്കും. ഓക്കെ, മാല ചേച്ചി എന്താ മിണ്ടാണ്ടിരിക്കുന്നേ? ജിമ്മിലൊക്കെ പോയി കുട്ടപ്പനായിട്ടുണ്ടല്ലോ. അല്ല, 2025 ജിമ്മിലൊക്കെ പോയി കുട്ടപ്പനാവണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോഴാണ് കയ്യിൽ ചെറിയൊരു പണി കിട്ടിയത്. ചെറിയൊരു ഇഞ്ചുറി വന്നിട്ട് കുറച്ച് ദിവസമായിട്ട് ഒരു പരിപാടി നടക്കാതിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ, ചേച്ചിയുടെ അടുത്ത് ശരിക്കും ഞാൻ പിണക്കത്തിലാണ്. ചേച്ചി എന്താണെന്നറിയോ, ഞങ്ങളുടെ ചാനലിൽ വേറൊരു ആങ്കർക്ക് ചേച്ചി സാരി ഒക്കെ കൊടുത്തു. ചേച്ചി അത് മോശമായി പോയി. ആങ്കറിന് മാത്രല്ല ക്യാമറമാനും സാരി കൊടുത്തു. ക്യാമറമാനും സാരി കൊടുത്തു. ഞാൻ എന്നിട്ട് പ്രത്യേകം പറഞ്ഞു, വന്നില്ലല്ലോ വീട്ടില്. അല്ല എന്നാലും ഓക്കെ, ആങ്കറിന് കൊടുക്കുന്നു, ക്യാമറമാൻ അടക്കം കൊടുത്തു.
അന്ന് ചേച്ചി അങ്ങനെ ചെയ്തില്ല, എന്താ ഈ കുട്ടിക്ക് കൊടുക്കാത്തെ? ഇല്ല, ഞാനാണെങ്കിൽ ഒരു ഹോം ടൂറിന് വേണ്ടി വരുന്നുണ്ട് വീട്ടിലോട്ട്. ചേച്ചി ക്ലോത്ത്സിൽ അല്ലെങ്കിൽ വേർഡ്സിൽ ജനറസ് ആണ്. അതെ, ചേച്ചിയുടെ സാരി കളക്ഷൻസ് കണ്ടിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഞാൻ എട്ടിപ്പോയി. എന്തോരം സാരിയാ. പക്ഷേ ആ ഓക്കെ ചേച്ചി, That's അപ്പൊ why you offered to give the ghost a sari. Pella sari. ചേച്ചി, അപ്പൊ നമ്മളാണെങ്കിൽ കലയുടെ കഥ പറയുന്ന ഒരുപാട് മൂവീസ് ഉണ്ട്. വംശത്തിന്റെ, സംസ്കാരത്തിന്റെ, നാടിന്റെ ഒക്കെ കഥ പറയുന്ന ഒരുപാട് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലാണെങ്കിൽ ഒരു കലയുടെ, നാടിന്റെ, സംസ്കാരത്തിന്റെ ഒക്കെ കഥ പറയുന്ന ഒരു മൂവി ആയിട്ട് നമുക്ക് വടക്കനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ആ, ഞാൻ അതിനകത്തൊരു നറേറ്ററിന്റെ വേഷം തന്നെ. ഇപ്പം ARM തുടങ്ങുമ്പോൾ എൻ്റെ ഒരു മുത്തശ്ശി കഥ പോലെയാണ് ആ സിനിമയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇത് സിനിമയുടെ വേറൊരു ഭാഗത്താണ് ആ സ്ഥലം എന്തായിരുന്നു എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു പ്രണയകഥയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ചതിയുടെയും അല്ലെങ്കിൽ വേറെ ഒരുപാട് ഇമോഷൻസ് ഉള്ള ഒരു പ്രണയകഥ. അത് 2 ലെയറിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഹൊറർ സ്റ്റോറി ആയിട്ട് പറയാം. ഭയപ്പെടുത്തുന്ന ഒരു സ്കേറി ആയിട്ടുള്ള ഒരു സിനിമയാണ്. മെറിൻ ചേച്ചിയിലേക്ക് വരികയാണെങ്കിൽ ചേച്ചിയോ? എത്ര വയസ്സുണ്ട്? അതൊന്നും പറയാൻ പറ്റത്തില്ല. ഏകദേശം നമ്മുടെ പ്രായത്തിലായി. എന്നാലും ഒരു ഇല്ല, വേണ്ട, സോറി. മെറിന് ഹിസ്റ്ററിയിൽ സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഒന്ന് മെറിൻ തന്നെ വിളിക്കാം. ഓക്കെ, അപ്പം നമ്മളാണെങ്കിൽ സൂക്ഷ്മദർശിനിയാണ് നമ്മൾ കുറച്ച് നാൾ മുന്നേ കണ്ട ഒരു മൂവി. അപ്പൊ അതാണെങ്കിൽ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടറേ അല്ലല്ലോ ഇതിനകത്ത്. അല്ല, ഒരിക്കലും അല്ല. ഇതിനകത്ത് എങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്ത്? ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഫുൾ ടൈം കിഷോർ സാറിന്റെ കൂടെ അല്ല, പുറകിലാണ്. സാറിനൊന്നും പറ്റരുത്, സാറിന് നല്ലത് മാത്രം, ചായ, കോഫി, ഫുഡ്. പക്ഷെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ട് ആ ഒരു ക്യാരക്ടറിന്റെയും, അതായത് ഞാൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഒരു ഷിഫ്റ്റ് വരുന്നത്. സോ അതൊക്കെ ഐ ഗസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനും ഇതുവരെയും കണ്ടിട്ടില്ല. വെരി എക്സൈറ്റഡ് ടു വാച്ച്. അത് ആ കോമ്പിനേഷൻ എനിക്ക് കിഷോർ സാറിന്റെ കൂടെ. You remember that tree on top of the tree? Our scene. Yeah, so You both would have become monkeys now. If you tell the audience on top of the tree. Monkeys ആണ്. ഒരു ചെറിയ ക്യാരക്ടറാണ്, ബട്ട് സ്റ്റിൽ സൂക്ഷ്മദർശിനിയിൽ നിന്നും എന്തായാലും ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ ഞാൻ ചെയ്ത് എത്രത്തോളം കുളമാക്കിയിട്ടുണ്ട് നിങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം എത്രത്തോളം ഓവറാക്കിയിട്ടുണ്ട്. ശ്രുതി ചേച്ചി, നമുക്ക് മലയാളികൾക്ക് ഒരു പരാതി ഉണ്ട്. ചേച്ചിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങനെ വന്നൊന്ന് തല കാണിച്ച് പോവാ, പിന്നെ കാണലില്ല, എവിടെയാണ്? പിന്നെ ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു 1 വർഷം കുറച്ച് നാൾക്ക് ശേഷം നമ്മുടെ ചാനലിൽ തന്നെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പൊ വടക്കന്റെ വിശേഷങ്ങളായിട്ടാണ്. എവിടെയാണ്? ഞാൻ അവിടെ ചില ഷോസും കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഒരു ഷോ ചെയ്യുന്നുണ്ട്, സോണി ലിവിൽ ഒരു ഷോ ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ അങ്ങനെ ഡിസപ്പിയർ ഒന്നും ആയിട്ട്, അതെ, കേരളത്തിൽ നിന്ന് കുറച്ച് ഡിസപ്പിയർ ആയി, കുറച്ച് അവിടെ ജോലി ചെയ്തു, കുറച്ച് ഇവിടെ ജോലി ചെയ്യാം, അങ്ങനെയൊക്കെ അല്ലേ. പിന്നെ ഇടയ്ക്ക് ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാ തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, ഏറ്റവും പോയതിൽ ഏറ്റവും വിസിറ്റ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് എവിടെയാ? ഞാനൊരു സ്പിരിച്വലായി ആൻസർ തരാൻ പോകണം. ഐ മീൻ ടു സേ എല്ലാ ട്രാവൽ ഇസ് വെരി ഡിഫറെന്റ് ഫോർ മീ. കാരണം എല്ലാ ഒരു സ്ഥലത്ത് പോയാൽ അതിൻ്റെതായ ഒരു എനർജി ഉണ്ട്, അവരുടെ ആയ ഒരു കൾച്ചർ ഉണ്ട്. അപ്പോൾ അതിൽ ഇമേഴ്സ് ആയിട്ട് ആ കൾച്ചർ മനസ്സിലാക്കാനാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഐ ഹാഡ് സം റിയലി വണ്ടർഫുൾ ട്രാവൽസ്. അൽബേനിയ വാസ് വൺ ഓഫ് ദ പ്ലേസസ് ദാറ്റ് ഐ അബ്സല്യൂട്ട്ലി എൻജോയ്. പിന്നെ ഞാൻ മാച്ചു പിച്ചുലേക്ക് 4 ദിവസം നടന്നിട്ട് ട്രെക്കൊക്കെ ചെയ്തിട്ട് പോയി. പിന്നെ ഞാൻ ആമസോൺ ജംഗിൾസിൽ, ഡീപ്പിൻ്റെ ജംഗിൾസ്, ആ ബൗണ്ടറിയുടെ പുറത്ത് ഓൺലി സയന്റിസ്റ്റ് മാത്രമേ പോകാൻ പറ്റൂ. അവിടുത്തെ ലാസ്റ്റിൽ പെറുവിൽ പോയിട്ട് ഞാൻ അവിടെ പോയി താമസിച്ചു. പിന്നെ എൻ്റെ റൂമില് 4 വാൾസ് അല്ലേ ഒരു മുറിയിൽ, പക്ഷെ ഇവിടെ 3 വാൾസ് ഉണ്ടായിരുന്നു. മറ്റേ വാൾ വാസ് ഓപ്പൺ ഇൻ ടു ദ ജംഗിൾ. അപ്പോ രാത്രി ബാറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫ്ലൈ ചെയ്തോണ്ടിരിക്കും. ഞാൻ വിചാരിച്ചു അനക്കോണ്ട വരുമോ. പക്ഷെ അനക്കോണ്ട ഇസ് ദ ബ്രസീൽ സൈഡ് ഓഫ് ആമസോൺ. ഇത് ഞാൻ പെറുവിലേക്കാ പോയത്. അപ്പൊ പിന്നെ തിരിച്ചു വരുമ്പോ ജാഗ്വാർ കണ്ടു. ജാഗ്വാർ ഒക്കെ കാണുന്ന വെച്ചാൽ വൺസ് ഇൻ എ ലൈഫ് ടൈം കാണുന്ന
അതുപോലെ ഐ കാൻ കമ്പയർ ബട്ട് ഐ ഹാവ് ഹാഡ് സം വണ്ടർഫുൾ എക്സ്പീരിയൻസസ്. ഓക്കെ. അപ്പം ചേച്ചിയാണെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂ തന്നെ ചേച്ചി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത്ര സ്ട്രോങ് ആയിരുന്നില്ല, ഫസ്റ്റ് ഡേ തന്നെ കരയേണ്ട ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ഇത് ചേച്ചി ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നു ചേച്ചി അന്നത്തെ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ബോൾഡ് ആയ പോലെ എനിക്ക് പേഴ്സണലി ചേച്ചി പറയുന്ന ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, ഡെഫിനറ്റ്ലി. നമ്മള് ദാറ്റ് വാസ് ഓൾസോ ഒരു 15 years മുമ്പ്. ഐ വാസ് എ കിഡ് അറ്റ് ദാറ്റ് ടൈം. അപ്പൊ പിന്നെ കുറെ പഠിച്ചു. പിന്നെ എന്താണ്, റിയൽ വേൾഡിലൊക്കെ നമ്മൾ പോകുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം അമ്മയും അച്ഛൻ്റെ വീട് വിട്ടിട്ട് റിയൽ വേൾഡിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ദാറ്റ് പീപ്പിൾ ആർ നോട്ട് നൈസ് ആൻഡ് കൈൻഡ്, പ്രിറ്റി ബ്രൂട്ടൽ. അതൊക്കെ അങ്ങനെ ഒരു നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ അങ്ങനെയല്ലേ ഡെവലപ്പ് ആവുക. അപ്പോ ഒരു രക്ഷയില്ലാതെ മലയാളം ശരിക്കും പറയാൻ പഠിച്ചു. പക്ഷേ it's all part of the growing process. എല്ലാവരും, I think most people have cried on their jobs the first day. തീർച്ചയായും എല്ലാവരും one day or the other you cry. എന്തായാലും അറിയാം. ചിലപ്പോ. So it's part of the process. And I'm thankful എല്ലാ എക്സ്പീരിയൻസിന്. ആ സമയത്ത് you feel like അയ്യോ എന്ത് പറ്റി, full world has come broken down. പക്ഷെ ഇപ്പോൾ തിരിച്ചു നോക്കുമ്പോൾ those are the experiences that make me uniquely me. ഓക്കെ. അപ്പൊ അതിനൊക്കെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആ ഒരു ഡെഫിനറ്റ്ലി. ഇപ്പൊ 15 yearsന് ശേഷം ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ കാണും. ആ നേരത്ത് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഓക്കെ. അപ്പൊ അടുത്ത കാര്യം എനിക്ക് നിങ്ങൾ 3 പേരുടെ അടുത്താണ് ചോദിക്കേണ്ടത്. കാരണം നിങ്ങൾ 3 നമുക്ക് അറിയുന്ന ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വിമൻസ് ആണ്. അപ്പൊ എനിക്കാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് മലയാളികൾക്കൊരു മണ്ടൻ ചിന്താഗതി ഉണ്ടാവും, ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫെയർ സ്കിന്നാണ്, അല്ലെങ്കിൽ എന്താ ഭയങ്കര പെർഫെക്റ്റ് ബോഡി ആയിരിക്കണം എന്നൊക്കെ. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്ന ടൈമിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എല്ലാ പെൺകുട്ടികളും കടന്നു വന്നൊരു ഫേസ് അല്ലേ ഇത്. ബോഡി ഷേമിംഗ് we all go through. Not only women, even Yeah, men go even through men, it. yes. Sure. അല്ല, എന്നാലും ലൈക്ക് മലയാളികൾക്കൊരു ഇതുണ്ട്, ലൈക്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതാണെങ്കിൽ ഫെയർ സ്കിൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ബോഡി അതാണ് എന്നുള്ളത്. ഫെയർ സ്കിന്നിന് പിന്നിൽ ഇപ്പോഴും പോകുന്നുണ്ടോ? Everywhere, it's all It is all about നമ്മുടെ പേഴ്സണൽ ബ്യൂട്ടി ഈസ് ബ്യൂട്ടിഫുൾ. ആ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതൊരു ഓൾഡായ തോട്ടാണ്. കാരണം ലോകമെമ്പാടും എല്ലാവരും, യൂറോപ്പിൽ പോയാലും അമേരിക്കയിൽ പോയി, ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ആർ ചേഞ്ചിങ്. ഹൗ യു ആർ, ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഈവൻ ഇഫ് യു ഗോ ടു സീ നമ്മുടെ സൂപ്പർ മോഡൽസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആ ടിപ്പിക്കൽ യൂറോപ്യനായ സ്ലിം ബോഡി ഫെയർ സ്കിൻ അതല്ല. അമേരിക്കയിലും പ്ലസ് സൈസ് ആയാലും അവരെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ബാക്ക് ഇൻ ബോംബെ നോക്കുകയാണെങ്കിൽ നോർത്തേൺ സൈഡിൽ ബോളിവുഡ് ആയാൽ ഹൗ യു ആർ ദാറ്റ് ഇസ് കറക്റ്റ്. അതാണ് ബ്യൂട്ടി സെൻസ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ എ ചേഞ്ച്. ഇത് നമ്മൾ ബോഡി ഷേമിങ് മെറിൻ പറഞ്ഞ പോലെ എവ്രിബഡി ഗോസ് ത്രൂ ബോഡി ഷേമിങ്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇറ്റ്സ് ഡൺ. നമ്മൾ ബേസിക്കലി ആരെങ്കിലും കാണുമ്പോൾ ഹായ് അയ്യോ ക്ഷീണിച്ചു പോയല്ലോ, that thing has to stop. അല്ല നല്ല പോലെ കഴിക്കുന്നുണ്ടല്ലേ, it's done. നമ്മൾ as human beings കുറെ ആൾക്കാർ ഇപ്പോഴും അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ആ ഒരു ഫാക്ട്. ഇപ്പോഴും കാരണം അത് ചിലപ്പോൾ വരുന്നത് അത് ബാഡ് ഇന്റൻഷൻ അല്ലായിരിക്കും. ചിലപ്പോൾ ഇറ്റ് ഇസ് ദ ഇന്റൻഷൻ ഇസ് നോട്ട് റൈറ്റ്, പക്ഷേ എഡ്യൂക്കേഷന്റെ കുറവാണ്, അത് നോളജിന്റെ കുറവാണ്. അത് നിർത്തണം. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഡെയിലി ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. എവറി ഡേ our സ്കിൻ, our ബോഡി, our സെൽസ് ആർ ഇവോൾവിങ്. വൈ നോട്ട് our ബ്രെയിൻ? വൈ നോട്ട് നമ്മൾ സംസാരിക്കുന്ന രീതി? അതെന്താ മാറാത്തത്? അതും അപ്പോഴേ ഒരു 50 years മുമ്പുള്ള അതേ ടേപ്പ് റെക്കോർഡർ കളിച്ചുകൊണ്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So I think it's time for a change. It has changed a lot. It has changed. It has That's changed what a I'm saying. lot, but still there is a lot to change There also. is a lot to change, but we are already struggling with ourselves. Everybody is going through എന്തെങ്കിലും ഒരു മനസ്ഥിതി, എന്തെങ്കിലും വീട്ടിൻ്റെ ഫാമിലി ആയാലും ശരി, റിലേഷൻഷിപ്പ് ആയാലും ശരി, കരിയർ ആയാലും ശരി, എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്. നമുക്കത് ആഡ് ചെയ്തിട്ട് അപ്പിയറൻസിനെ കുറിച്ച് ഏറ്റവും ഈസി ആയ ടാർഗറ്റാണ് അപ്പിയറൻസ്. ബിക്കോസ് എവ്രിബഡി ക്യാൻ സീ, കൺമുമ്പിൽ ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ അറിയാതെ അപ്പിയറൻസിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുന്നത്, അത് ഇറ്റ്സ് ഓൾഡ്.
beautiful, but still a tough conditioning to get out of. Yeah. Conditioning. It's a conditioning. அதுல வந்து அது நீங்க education, it's a lack of knowledge. yeah, and color பத்தி மாறணும்னா there was a I think black philosopher who said as long as you associate black with death, apartheid can't go. So we also do that. We associate black to death. So ipo yeah so our perception of color has to change. So a lot of conditioning that needs to be changed. Constant awareness, I think, will bring about a change. ഓക്കെ മാല ചേച്ചി എന്താ മിണ്ടാണ്ടിരിക്കുന്നത്? അല്ല ഞാൻ മിണ്ടാതിരുന്നതല്ല, ഞാൻ വരയ്ക്കുന്നത് ബോഡി ഷെയ്മിങ് എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ പറയുന്ന ഓരോ വാക്കും ഷെയിം ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ ചുറ്റുമുണ്ട്. എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോയോ എൻ്റെ മുഖം കാണുന്ന ഒരു സാധനത്തിനൊക്കെ താഴെ വന്നിട്ട് ഇവരെന്തൊരു വൃത്തിയുടെ സ്ത്രീയാണ്, ഇവരെന്തൊരു ബോറാണ്, ഇവരെന്തൊരു ഓവറാണ്, ഇവരെന്തൊരു ചളവാണ്, ഇങ്ങനെ നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ ചിലർക്ക് ഇഷ്ടമല്ല. അത് നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ നമ്മുടെ വഴി കൂടെ ജീവിച്ചു, അവരൊരു വഴി കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാതെ നമുക്കിതൊന്നും ഈ അപ്രൂവൽ നമുക്ക് വേണ്ട. കാരണം അവരെ നമുക്കറിയത്തില്ല, അവരെ നമ്മളറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് പേര് നമ്മളെ മാറ്റർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും വരുന്ന ആൾക്കാരെ നമ്മൾ പരസ്പരം അവരെ ദുഃഖിപ്പിക്കാതെയും അവരെ പരസ്പരം ഏറ്റവും പരിഗണനയോടെയും സ്നേഹത്തോടെയും നമ്മുടെ ചുറ്റുമുള്ളവരെ ചേർത്ത് നിർത്തി നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് നമ്മുടെ വഴി. വേറെ കുറേ ആൾക്കാർ നമ്മളെ ഇഷ്ടമല്ല, നമ്മളെ ഷെയിം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയാണ് മാറുന്നത്? നമ്മുടെ അധ്വാനം മാത്രം നമ്മളെ സഹായിക്കുകയുള്ളൂ. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഉറങ്ങുന്നവരെ പണിയെടുക്കുക, പിന്നെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പണിയെടുക്കുക. അത് മാത്രം നമ്മളെ രക്ഷിക്കുകയുള്ളൂ. വേറെ ആൾക്കാരുടെ വർത്തമാനം നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പരാതിപ്പെട്ടികളായിട്ട് നമ്മൾ മാറുന്നതല്ലാതെ. അപ്പം ഈ പണിയെടുക്കുക എന്ന് വെച്ചാൽ എന്താണ് പണി? എനിക്കാരും പണി തരുന്നില്ലേ? പുസ്തകം വായിക്കുന്നത് തൊട്ട് പത്രം വായിക്കുന്നത് തൊട്ട് നമ്മളൊരു കാര്യത്തിൽ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കുന്നത് തൊട്ട് എല്ലാ കാര്യവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ജോലി നമ്മൾ തീരുമാനിക്കാൻ തുടങ്ങി 24 മണിക്കൂർ നമുക്ക് പോരാതെ വരും. നമ്മൾ വർക്ക് വരുമ്പോൾ നമ്മളത് എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ട അവസ്ഥ വരും. കാരണം നമുക്ക് ഒരുപാട് വായിക്കാനും പഠിക്കാനും എത്രയോ ലിറ്ററേച്ചർ വന്നിട്ടുണ്ട്, എന്തുമാത്രം കാര്യങ്ങൾ വന്നിട്ടുണ്ട്, എന്തെല്ലാം പുതിയതായ ടെക്നോളജി വരുന്നുണ്ട്. അപ്പം നമ്മൾ അത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ വേറെ ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളൊരു തോട്ടിലോട്ട് പോയാൽ പിന്നെ നമുക്ക് ജീവിതത്തിലെ രക്ഷയില്ല. അല്ലേ? പിന്നെ just pick up a book and read, yeah, or go work or go help your amma. So done and dusted അല്ലേ? അതാണ് നമുക്ക്. അതുമല്ല, ചിലർ സോ മച്ച് ഇൻവോൾവ്ഡ്. എന്നെ ഇങ്ങനെ പറയുന്നല്ലോ, എന്നെ കണ്ടു ആൾക്കാർ പറയുന്ന, ആൾക്കാർ എന്ത് ക്രൂവലാണ്, ആൾക്കാർ എന്തൊക്കെയാ പറയുന്നത്. അതിന് അത് വായിക്കാൻ പോകുന്നത് നമ്മുടെ ജോലി എന്താണ്? നമുക്ക് അവര് പറയുന്നത് എന്തും പറയുന്നത് ഒരു അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമാണ്. ഒരു ആളെ കൊന്നു കഴിഞ്ഞാൽ, ഒരാളെ കൊന്നിട്ട് വരുന്ന ആളുടെ പിന്നാലെ മൈക്ക് കൊണ്ടുപോയിട്ട് എന്തോ ഈ അടുത്ത കാലം സ്വയംപ്രഭയെന്നോ എന്തോ ഒരു പേരുള്ള ഒരു മനുഷ്യൻ, സത്യഭാമയല്ല, ഒരു മനുഷ്യനൊരു കൊലപാതക, മറ്റേ പാലക്കാട്ടുകാരൻ ചെന്താമര അത് ചെയ്യുന്നു, ചെന്താമര ഇത് ചെയ്യുന്നു, ചെന്താമര ഒരു ഹീറോ. ഇങ്ങനെ ഞാൻ വിചാരിച്ചു ചെന്താമര ഒരു സംഭവം തന്നെ. ചെന്താമരയുടെ നാളെ ചെന്താമരയാവണമെന്ന് എത്ര പേർക്ക് തോന്നും? അതാണ് ഒരു മീഡിയ ഉണ്ടാക്കുന്ന നമുക്ക് അതല്ല, നമ്മൾ ആ ലൈഫിലോട്ട് പോയാൽ നമ്മൾ പെട്ടുപോകും. നമുക്ക് എത്ര ലൈക്ക് കിട്ടുന്നതിലോ എത്ര ഇഷ്ടപ്പെടുന്നതിലോ ഒന്നും ഒരു കാര്യമില്ല. നമുക്ക് ഓരോ നിമിഷവും നമ്മൾ പണിയെടുത്താൽ നമുക്ക് കൊള്ളാം. അല്ലെങ്കിൽ വേറൊരു റീലിൽ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മുടെ വയറ് നിറയില്ല, നമ്മൾ പോയി അടുക്കളയിൽ ചെന്ന് എന്തെങ്കിലും പണിയെടുത്തുണ്ടാക്കി കഴിച്ചാലല്ലേ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മുടെ തലച്ചോറിനകത്തോട്ട് നമ്മൾ എന്ത് ഇടുന്നു എന്നുള്ളത് മാത്രമേ നമ്മളെ അവസാനം ഹെൽപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഞാൻ അതിനകത്തോട്ട് വരുമായിരുന്നു. അപ്പം ശരിക്കും നമ്മളിപ്പോ പറഞ്ഞതിൽ തന്നെ ഏറ്റവും കൂടുതൽ വേഴ്സ് പാർട്ട് എന്താന്ന് വെച്ചാല് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മറ്റൊരു സ്ത്രീകളെ ഡീഗ്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. കാരണം ശ്രുതി ചേച്ചി മുന്നേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകൾ വേണം, ഒരു സ്ത്രീനെ മറ്റൊരു സ്ത്രീ വേണം സപ്പോർട്ട് ചെയ്യണം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു സ്ത്രീയാണ് മറ്റൊരു സ്ത്രീനെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ചെയ്യുന്നത്. എനിക്കറിയത്തില്ല എന്തൊരു സന്തോഷാണ്, എന്തൊരു സുഖമാണ് അതിനകത്തുനിന്ന് കിട്ടണത് എന്ന്. ഐ തിങ്ക്
ദാറ്റ് ഡസൻ എക്സിസ്റ്റ് എനിമോർ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ നോക്കുന്നത് ഒരു ടീമിൽ ഫോർ എക്സാമ്പിൾ ഞങ്ങളാണെങ്കിലും ശരി, വി ആർ വെരി സപ്പോർട്ടീവ് ഓഫ് അതർ വിമൻ. ഓൺലൈൻ ആണെങ്കിലും ശരി, ഫ്രണ്ട്സ് ആയാലും ശരി, ആ തോട്ട് പ്രോസസ്സ് ഞങ്ങൾ തന്നെ അറ്റ്ലീസ്റ്റ് എൻ്റെ ജനറേഷനൊക്കെ ഞങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തു ദാറ്റ് വി ആർ ഗോയിങ് ടു ചേഞ്ച് ഇറ്റ്. വെൻ വിമൻ ഗോ ത്രൂ സോ മച്ച്, വി ഓൾ ഗോ ത്രൂ സോ മച്ച്, ആൻഡ് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് മാറിയിരിക്കണം. ഐ ഡോണ്ട് നോ അതിന്റെ ഹാൻഡ് ഹോൾഡിങ് നമ്മുടെ ഒക്കെ ഇറ്റ് വുഡ് ബി ദ റെയർ കേസ്. പക്ഷെ പറഞ്ഞതുപോലെ ഇൻ മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് women are against. അല്ല, ഒരു ഹാൻഡ് ഹോൾഡിങ് ഇത് ബേസിക്കലി എന്താ അറിയാമോ, ഒരു പെർസ്പെക്റ്റീവിന്റെ വ്യത്യാസങ്ങളാണ്. ഇവിടെ ആണും പെണ്ണും ഇല്ല. ഇപ്പൊ നമ്മൾ ഈ പേട്രിയാർക്കൽ സൊസൈറ്റി നമ്മൾ പറയുമ്പോൾ ആ പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ ആണുങ്ങൾ മാത്രമല്ല ഉള്ളത്, അതൊരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഒരു മൈൻഡ് സെറ്റിന്റെ ആള്, അപ്പൊ അതിന് അവിടെ ആണും ഇല്ല പെണ്ണും ഇല്ല. നിങ്ങൾ അതിനെ ആണായിട്ടോ പെണ്ണായിട്ടോ കാണാതിരുന്നാൽ മതി. ഒരു മൈൻഡ് സെറ്റ് സംസാരിക്കുന്നത്. നമ്മൾ എവിടെ നിൽക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റത്തില്ല. അതാണായാലും ശരി, പെണ്ണായാലും ശരി, പേട്രിയാർക്കി ആയാലും ശരി, വേറെ വല്ല ഫോബികളോ ആണെങ്കിലും ശരി, നമുക്ക് അവരെ എല്ലാം ഹാപ്പി ആക്കിക്കൊണ്ടോ നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഒരു പയ്യനുണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ഒരു പയ്യൻ, റിയാസ് സലീമിന്റെ ഇന്റർവ്യൂ അല്ലേ, റിയാസിന്റെ ഇന്റർവ്യൂ ഞാൻ ഇങ്ങനെ എപ്പോഴും കാണും കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് പയ്യനെ. അപ്പൊ അപ്പൊ ഞാൻ അതാണ് രസമുണ്ട്, സോ സ്വീറ്റ് അല്ലേ, നല്ല രസമാണ് ആ പയ്യൻ. അപ്പൊ അതാണ് നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കാനായിട്ട് അവര് നമുക്ക് ഒന്നും കൊണ്ട് തരൂല. നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതിന്റെ ഇടയ്ക്ക് 1000 പേര് അഭിപ്രായം പറയാൻ നമുക്ക് എന്ത് വേണം? But still, whatever you say, those opinions definitely make an impact on you. Yes. When you read those opinions, even I don't care. If you but read, still, how can you go without noticing? No. Something is noticed. Yeah, true. Kishore, I am a person who get trolled and attacked. Yeah, I know. And I initially maybe it's true, but you can't thrive. Yeah, definitely. You have to go beyond. നമ്മുടെ ഫാമിലി വരെ അറ്റാക്ക് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസിൽ we have to, this is a struggle, but once you move on, you move on. Yeah, the danger in that is, what I have seen is, so you neglect, a guy is trolling you, you neglect, what is he thinking? So there is a sense of acceptance. He thinks that I have achieved what I wanted to. I've scared her, or I have done something. So does it support them? I have a different perspective on that. ബിക്കോസ് ഇപ്പോൾ നമ്മൾ ചിലർ തമാശയ്ക്കൊക്കെ പറയുന്നവർ നമ്മൾ താഴെ ചെന്നിട്ട് എന്താ മോനെ വേണ്ടതെന്ന് ചോദിക്കുക, ഒരു അറ്റൻഷന് വേണ്ടിയിട്ടാണ്. സം പീപ്പിൾ വിൽ സേ. അതർ പീപ്പിൾ, ഇഫ് യു ഗിവ് ടു മച്ച് അറ്റൻഷൻ, ദേ വിൽ ഓൾസോ തിങ്ക് ഓക്കെ, ഇഫ് ദേ ആർ നെഗ്ലെക്റ്റഡ്, ദേ ഓൾസോ തിങ്ക് ഇത് വില പോകുന്നില്ലേ, ആൻഡ് ദേ സ്റ്റോപ്പ്, കുറയ്ക്കും. ബിക്കോസ് സം ആർ പെയ്ഡ് ട്രോൾസ് ഓൾസോ, യുനോ. ഇവിടെ എല്ലാം ഓർഗനൈസ്ഡ് ആയതുകൊണ്ട് സം പീപ്പിൾ ഡോണ്ട് സ്റ്റോപ്പ് ബിക്കോസ് ദേ ഹാവ് എൻ അജണ്ട. അതർ പീപ്പിൾ സ്റ്റോപ്പ്. ഇവർ എത്ര പറഞ്ഞാലും ഇവർ മൈൻഡ് ചെയ്യൂല എന്നുണ്ടെങ്കിൽ. ആൻഡ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ റെസിസ്റ്റൻസ് പറയുന്നത്. നമ്മൾ പബ്ലിക്കായിട്ട് പറയുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കും. ബിക്കോസ് നമ്മുടെ ഹാർഡ് വർക്ക് ഉള്ളിടത്തോളം കാലം വീൽ ഗെറ്റ് വർക്ക്, യുനോ. പിന്നെ നമ്മളെ പൊളിറ്റിക്കലായിട്ടുള്ള ഗെയിംസിൽ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ദാറ്റ്സ് അനദർ തിങ്. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ് ഓൾ ടുഗെദർ. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് വി ഹാവ് അവർ പെർസ്പെക്റ്റീവ്, ദേ ഹാവ്, നമ്മൾ പാരലൽ ലൈൻസ്, വി വിൽ നോട്ട് നെവർ മീറ്റ്. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അതൊക്കെ ഒരു വലിയ ഡിസ്കഷനിലേക്കാണ്. ഏത് റൈറ്റ് വിങ്ങിൽ നിന്നാലും ലെഫ്റ്റ് വിങ്ങിൽ നിന്നാലും ഒരു തെറ്റ് വരുമ്പോൾ എവറിബഡി വിൽ ട്രോൾ ഈച്ച് അതർ, യുനോ. സോ ദാറ്റ്സ് എ ഡിഫറെന്റ് വേൾഡ് വി ആർ ലിവിങ് ഇൻ. ഞാൻ പറയുന്ന ചെറിയ അറ്റാക്കുകളെ ആണ് പെണ്ണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ മൈൻഡ് സെറ്റ് ആൻഡ് ദേ നോട്ട് ദെയർ. അത്രേ ഉള്ളൂ. നമ്മൾ ജീവിക്കുന്ന സ്പേസിൽ അവരില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും പെണ്ണുങ്ങളായിട്ട് സ്ത്രീകളായിട്ട് ഡോണ്ട് യു തിങ്ക് ദാറ്റ് ദെയർ ഈസ് മോർ ഹറാസ്മെന്റ് സിംപ്ലി ബിക്കോസ് യു ആർ എ വുമൺ? യെസ്, ഓഫ് കോഴ്സ്, മൈൻഡ് സെറ്റ്, യെസ്, ഇറ്റ്സ് എ പേട്രിയാർക്കൽ വേൾഡ്, ഡെഫിനറ്റ്ലി. പക്ഷെ ജസ്റ്റ് ബിക്കോസ്, ആൻഡ് ഇറ്റ്സ്, അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, എല്ലാവിടെയും, ജസ്റ്റ് ബിക്കോസ് ഷീ ഹാസ്. What about homophobia? What about homophobia? നമ്മൾ women എന്ന് പറയുമ്പോൾ there are people who are facing more, you know. Yes, there are. So it's like അപ്പം നമ്മൾ അപ്പം
പക്ഷേ in the homosexual community they support each other. Guys, we are going away so much. ഇല്ല ഇല്ല Completely. പക്ഷേ okay. Yeah. ഇല്ല അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് അതിനകത്ത് ചോദിക്കുകയാണ് ഇപ്പൊ ലൈക് That was a question. സൂപ്പർ Unlike സ്റ്റാർസിന്റെ women, you said. പേയ്മെന്റ്സ് ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മള് ഫീമെയിൽസിന്റെ അല്ലെങ്കിൽ ലേഡീസിന്റെ പേയ്മെന്റ്സിനെ പറ്റി അങ്ങനെ അധികം ചർച്ച ചെയ്യപ്പെടാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? This question should be asked to the men folk. ആണുങ്ങളോട് ചോദിക്കൂ. Yes. പറയൂ. ഞങ്ങളോട് Actually, to the producers ചോദിച്ചിട്ട് more. യെസ് ഞങ്ങളോട് നിങ്ങൾ ചോദിക്കുന്നത് ഫാക്ട് ആണെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ആരെ കൺട്രോൾ ചെയ്യുന്നത്? മെൻ. സോ യു ആസ്ക് ദ മെൻ. അവരോട് ചോദിക്കൂ. Who can break the hierarchy? I don't know. Why No, is this the society happening? itself is like that. You have to blame the Yes. society for that. Because we The don't society have is that like, much yeah. market ല്ലേ ഞങ്ങളെ കൊണ്ട് Yeah. ഒരു പടം സെല് ചെയ്യാൻ പറ്റുന്നില്ല. Where does that market come from? Again, Yeah, that is another question. you are made a product and sold. So Because they create a products market. നമുക്ക് അഡ്വർടൈസ്മെന്റ് മോഡൽസിന് you get money Yeah. because you have beautiful models. But in films ഹീറോയ്ക്കാണ് മാർക്കറ്റ്. Market. പരസ്യത്തിന് നേരെ തിരിച്ചാ പെമ്പിളാർ That's how it കൂടുതൽ works. പൈസ. മാർക്ക് Maybe someday when you have stories that are No. women centric. Oh my god, I'm so sorry. No, അവിടെ no, ഇല്ല. അവിടെയും ഇല്ല. The men who get more money than Really? Yes, Oh, yes, ഞാൻ yes. വിചാരിച്ചു അവിടെ കുറച്ച് പ്രതീക്ഷ ഉണ്ടാവും. അവിടെ ഇല്ല ചേച്ചി. no prediction. അതല്ല അപ്പം മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പം ലൈക്ക് ഇപ്പൊ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളവരെ വെച്ചിട്ട് മൂവീസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ആ ഒരു അവരുടെ ഒരു റീച്ച് ആണെങ്കിൽ ആ മൂവിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ സോഷ്യൽ മീഡിയ ഒരു ഘടകമാണോ നമുക്ക് ഒരു മാർക്കറ്റിംഗ്? Yes. ഇതെന്താ ഒറ്റയടിക്ക് Who brings business to the table? അപ്പൊ അവർക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ്. പിന്നെ ഡെഫിനറ്റ്ലി അവർ ആക്ട് ചെയ്യണമെന്ന് പോലുമില്ല. ബിക്കോസ് their market is there, അവർക്ക് പൈസ കിട്ടും. Yeah. Sudhi Why you have to question why that market is there only for men? Because the society itself is like that. Patriarchy. And the mindset about men, the characters in the film, the women characters, female characters in the film, the idea of a female character in the film, the purpose of a female character in the film, we have to start questioning all that. So the story structure has to change, the storytelling has to change, the stories have to change. There is a lot of change that needs to be done. We are not an equal society at all. So it actually shows in the remuneration. ഓക്കെ അപ്പൊ നമ്മള് കാട് കയറി ഒരുപാട് സ്ഥലത്തോട്ടൊക്കെ സംസാരിച്ചു പോയി. ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ശ്രുതി ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷത്തിനിടയ്ക്ക് ചേച്ചിയാണെങ്കിൽ ഒന്ന് തല കാണിച്ചത് നമ്മുടെ ചാനലിലാണെങ്കിൽ ഒരു ഇന്റർവ്യൂല് ചേച്ചിയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയാ കുറെ നാൾക്ക് ശേഷം നമ്മുടെ ചാനലാണ് ചേച്ചി ഒരു ഇന്റർവ്യൂ തന്നത്. നമുക്ക് അത് എന്താ പറയാ ഭയങ്കര ഒരു പ്രിവിലേജ് ആണ്. ഓക്കെ, അപ്പൊ അന്ന് ചേച്ചിയാണെങ്കിൽ ആ ഇന്റർവ്യൂല് പറഞ്ഞൊരു കാര്യം ഒരുപാട് എന്താ പറയാ കുറച്ച് കോൺട്രവേഴ്സി ആയിട്ടുണ്ട്. എന്താ പറയാ ചേച്ചി അറിഞ്ഞിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഒരു ഞാൻ അറിഞ്ഞിട്ടില്ല. എന്താ കോൺട്രവേഴ്സി ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞുതരാം. മറ്റേ വോഡഫോൺ കോമഡി സ്റ്റാർസിന്റെ ചേച്ചി കഴിഞ്ഞിട്ടുള്ള ചേച്ചി ചെയ്ത് വെച്ച പോലെ വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല എന്നെന്തോ പറഞ്ഞത്. അത് പിന്നീട് അതൊരു ചെറിയൊരു കോൺട്രവേഴ്സി പോലെ ആയിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. അതിന് ഞാൻ എന്താ പറയേണ്ടത്? അതല്ല, അപ്പൊ ആ ഒരു ലൈക് ഇന്റർവ്യൂസിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? യെസ്, എല്ലാവർക്കും ഒരു അവൻ്റെതായ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്, അവൻ്റെതായ ഒരു ലൈഫിന്റെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എൻ്റെ കോൺഫിഡൻസിനെ വെച്ച് ഞാൻ പറഞ്ഞു. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ദാറ്റ്സ് ഓൾ. ചേച്ചി ആ ഒരു ഇന്റൻഷനിലായിരിക്കില്ല പറഞ്ഞത്. അപ്പൊ ലൈക്ക് വേറെ ആൾക്കാരാണെങ്കിൽ അതൊരു വേറൊരു രീതിക്ക്. നമ്മൾ എന്ത് ഇന്റൻഷനിലും എന്ത് ചെയ്താലും, ചില പടങ്ങൾ ഉണ്ടാക്കിയാലും ചിലപ്പോൾ അത് ചില ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും, ചിലവർ അക്സെപ്റ്റ് ചെയ്യില്ല. അതുപോലെ ഞാൻ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ചിലവർ അക്സെപ്റ്റ് ചെയ്യും, ചിലവർ അക്സെപ്റ്റ് ചെയ്യില്ല. ദാറ്റ് ഇസ് സൊസൈറ്റി. there is a plus, there is a minus. എന്നാലേ ബാലൻസ് ഉണ്ടാവുള്ളൂ. ദാറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പം മാലച്ചേച്ചിയിലേക്ക് വരികയാണെങ്കിൽ ഒരു ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോവിഡിന് ശേഷം കൂടുതൽ എന്താ പറയാ മൂവീസ്, പണ്ടൊക്കെ മുന്നേ വന്ന എല്ലാ മൂവീസും ചൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കുറച്ചും കൂടെ സെലക്റ്റീവ് ആയിട്ട് നല്ല സ്ക്രിപ്റ്റ്, നല്ല റോൾസ് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, പണ്ട് ഞാൻ സിനിമ ചെയ്യുന്നതിന് ഒരു റാൻഡം ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, എന്ത് വന്നാലും ചെയ്യും. പക്ഷെ ഇപ്പം ഞാൻ ഒരു ക്യാരക്ടർ വന്നാൽ അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും അതിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ വേറെയാണ്. എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറൊന്നും അല്ല ഞാൻ, ആ ലെവലിലൊന്നും അല്ല, നമ്മളതൊന്നും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയധികം റോളുകളേ ഇല്ല.
അപ്പോൾ പക്ഷേ ആ റോള് വരുമ്പോൾ ഞാൻ പണ്ട് കണ്ടുകൊണ്ടിരുന്ന അത്രയും ലാഘവത്തോടെ അല്ല ഞാനിപ്പോൾ ഒരു സിനിമയെ സമീപിക്കുന്നത്. കൂടുതൽ സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങി. ഓക്കെ. ഐ നോ ദിസ് ഇസ് മൈ പ്രൊഫഷൻ നൗ. മറ്റത് എൻ്റെ ഹോബി പോലെയാണ് ഞാൻ ട്രീറ്റ് ചെയ്തത്. നൗ ഐ നോ ഐ വോണ്ട് ടു ബിക്കം എൻ ആക്ടർ. സോ ഐ എം ജസ്റ്റ് പ്രിപ്പയറിങ് മൈസെൽഫ്. ആൻഡ് ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഞാനൊരു നല്ല ആക്ടറായി മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ അതില്ലായിരുന്നു. ഇത്രയെന്ന് വെച്ചാൽ കുറച്ച് നാൾ വരെ, കോവിഡ് വരെയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. മേ ബി എൻ്റെ പേരൻസ് ഒക്കെ മരിച്ചതിന് ശേഷം എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പം മാർച്ച് 7th ഇറങ്ങാൻ പോകുന്ന വടക്കിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു ഫോർ യുവർ ടൈം. Thank you so much.